നമസ്കാരം. 20th അവറാണ്. നിഗൂഢതകളുടെ 20ാം മണിക്കൂർ. ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ഒരു സാത്താനിക് സേവക സംഘം, സാത്താനിക് ഗ്യാങ് എന്നാണ് പേര്. അവർ പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ പകർത്തി അത് ഇന്റർനെറ്റിൽ പ്രചരിപ്പിക്കുകയായിരുന്നു. കണ്ടെത്തിയത് 1000-ലധികം വീഡിയോകളാണ്. ഇനി നമ്മുടെ രാജ്യത്ത് കാൺപൂരിൽ അവിടെ ഒരാൾ തന്റെ പ്രണയിനിയെ വശീകരിക്കാനായി ഒരു ദുർമന്ത്രവാദിയുടെ അടുത്ത് പോയി. ദുർമന്ത്രവാദിയുമായി മന്ത്രവാദം ചെയ്യുന്നതിനിടെ മദ്യപിച്ചു, തർക്കമായി, പേയ്മെന്റിനെ ചൊല്ലി. ഒടുവിൽ അയാളുടെ ജീവനാണ് അപഹരിക്കപ്പെട്ടത്. നിഗൂഢതകളുടെ ഈ സംഭവങ്ങളിലേക്ക് വെളിച്ചു വീശുകയാണ് 20th അവർ. സ്വാഗതം. സിഡ്നിയിൽ കുട്ടികളെ ഉപയോഗിച്ച അശ്ലീല വീഡിയോ നിർമ്മാണം. പിടിയിലായത് 4 പേർ. പിന്നിൽ സാത്താനിക് ഗ്യാങ്. ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നിന്ന് ഒരു അധോലോക സംഘത്തെ പിടികൂടുകയായിരുന്നു ഡിറ്റക്റ്റീവുകൾ. ആ സംഘത്തിൽ നിന്ന് ലഭിച്ചത് കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്ന 1000-കണക്കിന് വീഡിയോകളാണ്. ഈ വീഡിയോകൾക്ക് പിന്നിൽ ഈ സംഘം, ആ സംഘത്തിന്റെ പേര് സാത്താനിക് ഗ്യാങ് എന്നാണ്. സത്താൻ സേവ ചെയ്യുന്ന ആളുകളാണ് ഇവർ. ഇവരുടെ പ്രവൃത്തികൾ അത് കുറച്ച് നാളുകളായി പോലീസ് അന്വേഷിച്ചു വരികയായിരുന്നു. അങ്ങനെയാണ് പീഡോഫിലിക്കായിട്ടുള്ള ഇത്തരം കുറെ പേർ ഇതിന് പിന്നിലുണ്ട് എന്നുള്ള ബോധ്യം, സംഭവം പുറത്തേക്ക് വരുന്നത്. ഈ സംഘം അത് സിഡ്നിയിൽ മാത്രം നിൽക്കുന്നവരല്ല, അതിന് രാജ്യാന്തര ബന്ധമുണ്ട്. രാജ്യാന്തര തലത്തിൽ കണ്ണികളുള്ള, ശൃംഖലയുള്ള ഒരു സംഘമാണ് സാത്താനിക് ഗ്യാങ്. അശ്ലീല വീഡിയോ നിർമ്മാണത്തിന്റെ പേരിൽ ഇങ്ങനെ അറസ്റ്റിലായത് 4 പുരുഷന്മാരാണ്. ന്യൂ സൗത്ത് വെയിൽസ് സ്റ്റേറ്റ് പോലീസിന്റെ ഡിറ്റക്റ്റീവ് സംഘത്തിനാണ് ആദ്യം ഇതിനെപ്പറ്റി ഒരു സൂചന കിട്ടുന്നത്. ഈ സൂചനയെ തുടർന്ന് അവർ അന്വേഷണം വ്യാപകമാക്കുന്നു, വിപുലമാക്കുന്നു. ഇവർ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ, ഇവരുടെ വെബ്സൈറ്റുകൾ, അത് സന്ദർശിക്കുന്നത് ഓസ്ട്രേലിയയിലുള്ളവർ മാത്രമല്ല, അത് ലോകമെമ്പാടുമുള്ളവരാണ്. ഇത്തരം മനോവൈകൃതമുള്ളവർ ഒരുപാടുണ്ടാകുമല്ലോ. അവരൊക്കെ ഈ വെബ്സൈറ്റുകളിൽ ഒളിഞ്ഞു നോക്കാനെത്തുമായിരുന്നു. അത് അവർക്ക് നൽകുന്ന സാമ്പത്തിക നേട്ടം, അതാണ് പ്രധാനമായും ഇവരെ ഇത്തരം വീഡിയോകൾ ചിത്രീകരിക്കാൻ പ്രേരിപ്പിച്ചത്. ന്യൂ സൗത്ത് വെയിൽസ് പോലീസിന്റെ ഡിറ്റക്റ്റീവ് സംഘത്തിലെ സൂപ്രണ്ട് ജെയിൻ ദൊഹർട്ടി മാധ്യമങ്ങളെ കണ്ടിരുന്നു. അവർ പറയുന്നത് ഈ കുട്ടികളെ ഉപയോഗിച്ചുള്ള വീഡിയോ അത് അങ്ങേയറ്റം മൃഗീയമാണ് ചിലത് എന്നാണ്. Strike Force Constantine was established in April 2025 by the Sex Crime Squad to investigate a syndicate of pedophiles who were operating on encrypted international platforms, sharing abhorrent child abuse material. Police will allege in court that this international group were engaging in conversations and the sharing of material which depicted child abuse and the torture of children, involving symbols and rituals linked to Satanism and the occult. In November 2025, we were made aware of a group of men in Sydney who were part of that larger international group, who were communicating with each other and were also sharing explicit child abuse material across that international group. കുഞ്ഞു കുട്ടികൾ മുതൽ 12 വയസ്സ് വരെയുള്ള കുരുന്നുകളാണ് ഇത്തരത്തിൽ അതിദാരുണമായി പീഡനത്തിനിരയായത്. കുരുന്നുകൾ എന്ന് പറഞ്ഞാൽ മാസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങളെ പോലും ഇത്തരത്തിൽ അതിക്രൂരമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ന്യൂ സൗത്ത് വെയിൽസ് പോലീസിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. അത് മാത്രമല്ല, അവർ നടത്തുന്ന വിക്രിയകൾ അത് എത്രയോ ഭയാനകമാണെന്നോ. ഈ കുഞ്ഞുങ്ങളുടെ ഈ അശ്ലീല വീഡിയോ പകർത്തലിനൊപ്പം തന്നെ മൃഗങ്ങളെ ഉപയോഗിച്ചു പോലും അശ്ലീലത അവർ ചിത്രീകരിച്ചിരുന്നു, ഇന്റർനെറ്റിൽ പ്രചരിപ്പിച്ചിരുന്നു.
Amongst these deplorable images were also a number of videos depicting the sexual abuse of animals. The males were charged with numerous counts of sharing and distributing and possessing child abuse material. The 4 males were bail refused and will next appear at the Downing Centre Local Court on the 27th and 29th of January 2026. Investigators continue to review the devices that we seized and will work with our national partners and our victim identification team to try and identify the victims that are depicted in these and any other of the offenders, if we can, that were producing these videos. ഇതൊരു വലിയ റാക്കറ്റാണ്. ഈ റാക്കറ്റിന്റെ കെണിയിൽപ്പെട്ട കുരുന്നുകൾ അത് നിരവധിയാണ്. ഈ കുട്ടികളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇനി പോലീസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ കുട്ടികളെ കണ്ടെത്തി ഇവരുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കണം. വലിയ ദൗത്യമാണ് ന്യൂ സൗത്ത് വെയിൽസ് പോലീസിന് മുന്നിലുള്ളത്. വൈകാതെ കൂടുതൽ പേർ ഈ കേസിൽ അറസ്റ്റിലാകും എന്ന് പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, ഈ വീഡിയോകൾ ചിത്രീകരിച്ചിരിക്കുന്ന ആ സ്ഥലം എവിടെയാണെന്നതിലും ഇതുവരെ ലൊക്കേഷൻ അത് വ്യക്തമായിട്ടില്ല. അതിലും വ്യക്തത വേണം. നിലവിൽ 4 പേർ പിടിയിലായിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്യുകയാണ്. ഈ കണ്ണികളെ മുറിക്കും, ആ കണ്ണികളെ ഇല്ലാതാക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ന്യൂ സൗത്ത് പോലീസിൻ്റേത്. ഞാനൊരു സെക്ഷൽ പെർവേർട്ടിനെ കാണിച്ചു തരാം. സെക്ഷൽ പെർവേർട്ട് എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് അമേരിക്കയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യൂറോപ്യൻ രാജ്യത്തോ ഒന്നുമല്ല. നമ്മുടെ സ്വന്തം നാട്ടിലാണ്, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ കരുനാഗപ്പള്ളിയിൽ KSRTC ബസ്സിലായിരുന്നു ഈ മധ്യവയസ്കന്റെ ലൈംഗിക ചേഷ്ട. ആദ്യമായല്ല ഇത്തരം സംഭവങ്ങൾ കേരളത്തിലെ ബസ്സുകളിൽ അരങ്ങേറുന്നത് എന്നറിയാം. പക്ഷേ എന്നിട്ടും ഇതിങ്ങനെ ആവർത്തിക്കപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും? എത്രമാത്രം പെൺകുട്ടികളാണ് ഇത്തരത്തിൽ ദുരനുഭവം നേരിട്ട് അനുഭവിച്ചിട്ടുള്ളത്? ഇത് കൊല്ലം കരുനാഗപ്പള്ളിയിലാണ്. ഈ മധ്യവയസ്കൻ ഇതിനു മുമ്പ് നടന്ന വാർത്തകളൊന്നും കണ്ടിട്ടില്ലയോ എന്തോ. ഇയാൾ കൊല്ലത്ത് കരുനാഗപ്പള്ളിയിലെ KSRTC ബസ്സിനുള്ളിൽ കയറിയ ശേഷം ആ ബസ്സിലുണ്ടായിരുന്ന ഭൂരിഭാഗവും സ്കൂളിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളാണ്. സ്കൂൾ യൂണിഫോമിൽ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുഞ്ഞു കുട്ടികളെ നോക്കിയായിരുന്നു അയാളുടെ ഈ ചേഷ്ടകൾ മുഴുവൻ. ഈ ചേഷ്ടകൾ കാണിച്ച ഇയാളെ പുറത്തു കൊണ്ടുവരണ്ടേ? എന്താണെങ്കിലും കണ്ണേറ്റി പാലത്തിന് സമീപം ബസ് എത്തിയപ്പോഴാണ് ഇയാൾ കുരുന്നുകളെ നോക്കി, കുട്ടികളെ നോക്കി, സ്കൂൾ വിദ്യാർത്ഥികളെ നോക്കി ഇത്തരത്തിൽ മോശമായി ലൈംഗിക വൈകൃതം അത് ബസ്സിനുള്ളിൽ ഒരു മടിയും കൂടാതെ നാണമില്ലാതെ പ്രകടമാക്കിയത് എന്നുള്ളതാണ്. യാത്രക്കാർ നിറയുണ്ടായിരുന്നു ബസ്സിൽ. അതൊന്നും അയാൾക്ക് ഒരു തരത്തിലും ഗൗനിക്കുന്ന വിഷയമേ ആയിരുന്നില്ല. അയാൾ അതിനെ മാനിച്ചതുപോലുമില്ല. സ്കൂൾ കുട്ടികൾ, ഒപ്പം സ്ത്രീകൾ. ആ ബസ്സിന്റെ ഇദ്ദേഹത്തിന്റെ എതിർവശത്തായിരുന്നവർ അവരാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ നോക്കിയായിരുന്നു കൂടുതലും ഇയാളുടെ ഈ ലൈംഗിക ചേഷ്ട. അതാണ് ഏറ്റവും ദാരുണമായിട്ടുള്ള കാര്യം. കുറെ നേരമായി ഈ കുട്ടികൾ ഇത് സഹിക്കുന്നു. നേരത്തെയും നമ്മൾ കണ്ടിട്ടുള്ളതുപോലെ എപ്പോഴും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ പ്രതികരിക്കാൻ 1-2 കനൽത്തരികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരം. ഇവിടെയും അതുപോലെ ചില സ്കൂൾ വിദ്യാർത്ഥികൾ പ്രതികരിച്ചു. ആ വിദ്യാർത്ഥിനികളാണ് ആ വീഡിയോ ഷൂട്ട് ചെയ്തത്. അയാളുടെ മുഖം കൃത്യമായി കാണുന്ന തരത്തിൽ ആ വീഡിയോ ഷൂട്ട് ചെയ്തു. അവർ അത് മാധ്യമങ്ങൾക്ക് ഒപ്പം തങ്ങളുടെ രക്ഷിതാക്കൾക്ക് കൈമാറി. ഇയാൾ ആരാണെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. കൊല്ലം കരുനാഗപ്പള്ളിയിലാണ്, KSRTC ബസ്സിനുള്ളിലാണ്, കണ്ണേറ്റി പാലത്തിന് സമീപമാണ് എന്നുള്ളത് മാത്രമാണ് ഒരു വ്യക്തമായിട്ടുള്ള ധാരണയുള്ളൂ.
പക്ഷേ ഈ വീഡിയോ കണ്ട ആരെങ്കിലും ഇയാളെ തിരിച്ചറിയുന്നുവെങ്കിൽ ഒന്നെങ്കിൽ ചവറ പോലീസിൽ അല്ലെങ്കിൽ കരുനാഗപ്പള്ളി പോലീസിൽ അറിയിക്കുക. ഈ കണ്ണേറ്റി പാലം ഈ 2 പോലീസ് സ്റ്റേഷനുകളുടെ അതിർത്തിയാണ്. അപ്പോൾ 2 സ്റ്റേഷനുകൾ ബന്ധപ്പെട്ടാൽ നമുക്ക് ഇയാളെ കൈയോടെ കൂടി പൊക്കാം. ഇത്തരം നെറുകെട്ടവന്മാർ നമ്മുടെ സമൂഹത്തിൽ ഇനിയും ഇത്തരം സംഭവങ്ങളുമായി വീണ്ടും എത്തരുത്. പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ വീട്ടിലെയും നമ്മളുടെ ഉറ്റവരും സുഹൃത്തുക്കളുമൊക്കെ ഇതുപോലെ സ്ത്രീകളായവർ ബസ്സിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവർ നേരിടുന്ന ഒരു അനുഭവമുണ്ടല്ലോ. ഇത്തരം വൃത്തികെട്ടവന്മാർ ബസ്സിൽ കയറിയാൽ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് അത് വരും സമയത്തെങ്കിലും നമ്മൾ ഒരു മാതൃക കണ്ടെത്തേണ്ടിയിരിക്കും. വിവാഹിതയായ സ്ത്രീയെ വശീകരിക്കാൻ ദുർമന്ത്രവാദത്തിനെത്തിയ ആളെ ദുർമന്ത്രവാദി തന്നെ കൊന്നു. എന്തിനാ? പേയ്മെന്റ് തർക്കത്തിൽ. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ അവിടെ ദേഹത്ത് എന്ന സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത്. ദുർമന്ത്രവാദിയുടെ പേര് നീലു എന്നാണ്. മരിച്ച ആ ഹതഭാഗ്യന്റെ പേര് രാജാബാബു. 26 വയസ്സ് മാത്രമാണ് പ്രായം. രാജാബാബുവിന് ഒരു യുവതിയോട് കടുത്ത പ്രണയമാണ്. കടുത്ത പ്രണയം എന്ന് പറഞ്ഞാൽ എങ്ങനെയും ആ യുവതിയെ സ്വന്തമാക്കണമെന്ന ആഗ്രഹത്തിൽ ജീവിക്കുന്ന രാജാബാബു. ഗുഡിയ എന്നാണ് അവളെ അയാൾ വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ അവളുടെ പേര് പൂനം. ഈ പൂനത്തെ സ്വന്തമാക്കാൻ ഇയാൾ ഏത് വിധേനയും ഏതറ്റം വരെയും പോകുന്ന സാഹചര്യമാണ്. ആ പെൺകുട്ടിയെ എങ്ങനെയും വശീകരിച്ച് സ്വന്തമാക്കണം. അതാണ് അയാളുടെ ലക്ഷ്യം. ഇക്കാര്യം നീലു എന്ന ഈ മന്ത്രവാദി അറിയിക്കുന്നു രാജാബാബു. എല്ലാം സെറ്റാക്കി തരാമെന്ന് നീലുവിന് ഒരു ഇരയെ കയ്യിൽ കിട്ടിയ സന്തോഷമാണല്ലോ. പക്ഷേ ചിലവുണ്ട്. എല്ലാം ശരിയാക്കാമെന്ന് രാജാബാബു. പക്ഷെ ഒരു പ്രശ്നം, ഈ യുവതി വിവാഹിതയാണ്. വിവാഹിതയായ യുവതിയെ അവരുടെ ഭർത്താവിൽ നിന്നും അകറ്റി വേണം ഇയാളിലേക്ക് എത്തിക്കാൻ. അപ്പോൾ അല്പം കടുത്ത ക്രിയ തന്നെ വേണ്ടിവരും. 2025 ഏപ്രിലിൽ ആയിരുന്നു ഈ പെൺകുട്ടിയുടെ വിവാഹം. അപ്പോഴും പറയുന്നു നീലു, പ്രശ്നമൊന്നുമില്ല, എല്ലാം ശരിയാക്കാം, പിന്നാലെ മയങ്ങി വരും നിന്റെ ഗുഡിയ എന്ന്. ആദ്യം പ്രതിഫലമായി ചോദിച്ചു 36,000 രൂപ. ആ പ്രതിഫലം നൽകുകയും ചെയ്തു രാജാബാബു. അങ്ങനെ ക്രിയകൾ തുടങ്ങി. ഇതിനിടയിലാണ് രസകരമായിട്ടുള്ള സംഭവം. ഈ പെൺകുട്ടിയും ഭർത്താവും തമ്മിൽ ചില്ലറ പ്രശ്നങ്ങൾ തുടങ്ങി. ആ പ്രശ്നങ്ങൾക്ക് ഒടുവിൽ പെൺകുട്ടി ഭർത്താവിനോട് പിണങ്ങി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തി. അങ്ങനെ നവംബറിൽ അർസദ്പൂരിലെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് പെൺകുട്ടി തിരികെ എത്തുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ട രാജാബാബുവിന്റെ കണ്ണു തള്ളി. കൊള്ളാലോ മന്ത്രവാദിയുടെ ക്രിയകളൊക്കെ ഏറ്റു എന്ന് അയാൾ തീരുമാനിച്ചു. ആള് ഗംഭീരമാണ് എന്നുള്ളതും. വീണ്ടും രാജ ഈ നീലുവിന്റെ അടുത്തെത്തുകയാണ്. ഇത്തവണ എന്താണ്? ക്രിയ ഒന്നുകൂടി ഒന്ന് കടുപ്പിക്കണം. എന്തിനാ? സ്ഥിരമായി പെൺകുട്ടി അവളുടെ വീട്ടിൽ നിൽക്കണം. എന്നിട്ട് മെല്ലെ ഇയാൾക്ക് സ്വന്തമാക്കണം. വീട്ടിൽ നിന്നും ഒരിക്കലും അവൾ തിരിച്ചു പോകരുത് എന്നുള്ളതാണ് ഇത്തവണത്തെ ആഗ്രഹം. നീലു പറഞ്ഞു കാര്യമേറ്റു. പക്ഷേ ചെലവ് വീണ്ടും കൂടും. റേറ്റ് പറഞ്ഞു 6 ലക്ഷം രൂപ. 6 ലക്ഷം രൂപ എന്ന് കേട്ടപ്പോൾ രാജാബാബുവിന് ഒന്ന് ഞെട്ടി. പക്ഷേ ഒടുവിൽ 2 ലക്ഷം നൽകാമെന്നേറ്റു. അങ്ങനെ 2 ലക്ഷത്തിന് ഡീൽ ഉറപ്പിച്ച് 2ാം ഘട്ട ദുർമന്ത്രവാദം തുടങ്ങുകയാണ്. നവംബർ 24-ാം തീയതി രാത്രിയാണ് ഈ സംഭവം. 2ാം ഘട്ട ദുർമന്ത്രവാദം. ഔൻഹ എന്ന സ്ഥലത്തേക്ക് പോവുകയാണ് രണ്ടുപേരും. മദ്യം, മധുര പലഹാരം, ഈ പെൺകുട്ടിയുടെ ചിത്രം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വേണം ദുർമന്ത്രവാദത്തിന്. ഇതെല്ലാം സംഘടിപ്പിച്ച് നീലുവും രാജാബാബുവും അത്തരത്തിൽ ആ ഔൻഹയിലേക്ക് പോയി. അവിടെ സയ്യിദ് ബാബ മസാറിനടുത്ത് ഒരു വയലിലാണ്
എല്ലാം സെറ്റ് ചെയ്തിരുന്നത്. ആ ചടങ്ങ് നടത്തേണ്ട സ്ഥലത്ത് അവിടെ മദ്യപാനമുണ്ട്. മദ്യപിച്ച ശേഷമാണ് ദുർമന്ത്രവാദം. രണ്ടുപേരും മദ്യപിച്ചു, നന്നായി മദ്യപിച്ചു, ലഹരിയിലായി പോയി രണ്ടുപേരും. അങ്ങനെ അവിടെ വെച്ച് പൈസയെ ചൊല്ലി, പേയ്മെന്റിനെ ചൊല്ലി തർക്കമായി. പേയ്മെന്റിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടയിൽ ഈ ദുർമന്ത്രവാദിക്ക് കലി പൂണ്ട ഇയാൾ കത്തിയെടുത്ത് രാജാബാബുവിനെ കുത്തി. രാജാബാബുവിന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ, 1.5 ലക്ഷം രൂപ, അയാളുടെ ബാഗ്, ഇതെല്ലാം എടുത്താണ് ഈ ദുർമന്ത്രവാദി സ്ഥലം കാലിയാക്കുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിൽ എല്ലാവരും സംശയിച്ചു, രക്തം വാർന്നു കിടക്കുന്ന അയാൾ ഒരു ആത്മഹത്യയാണ് എന്ന്. പോലീസും അങ്ങനെ തന്നെ കരുതി. कि राजा बाबू एक लड़की को पसंद करता था जिसकी अप्रैल महीने में शादी कहीं और हो गई और वो गांव से चली गई। तब इस राजा बाबू ने नीलू को कांटेक्ट किया था और नीलू तंत्र क्रिया करता है, उसको 36,000 रुपए देके कुछ क्रियाएं करी थी। जिसके बाद नवंबर में वो लड़की अपने मायके आ गई। उसकी बात कुछ अपने हस्बैंड के साथ लड़ाई हो गई, तो इसने ये मान लिया कि जरूर उस तंत्र क्रिया के रिजल्ट से ये आई है, तो क्यों ना मैं और अच्छी तंत्र क्रिया करा लूं जिससे कि ये यहीं रह जाए, उससे अलग हो जाए और मुझसे शादी कर ले। तो इसी के क्रम में उसने पुनः नीलू से कांटेक्ट किया, उसको लगभग 1.5 लाख रुपए दिए और तंत्र क्रिया कराने के लिए गए, जिसमें कि कई सारी चीज़ें जैसे कि मृतका की फोटो, शादी के पहले बाद की मिठाइयाँ, कलेवा और अन्य जो भी यंत्र तंत्र उसने समझाए होंगे नीलू ने, वो लेकर के पहुंचा। लेकिन चूंकि दोनों जन ने दारू पिया था और पैसे के अमाउंट को लेकर के दोनों में अनबन हो गई, तो गुस्से में आकर और नशे की हालत में नीलू ने इस पे अटैक किया और इसकी मौके पर मृत्यु हो गई, जिसके बाद नीलू वहां से फरार हो गया। പോസ്റ്റ്മോർട്ടത്തിലെ നിർണായക വിവരങ്ങളാണ് ഈ കേസിന് ഒരു വഴി തെളിയിച്ചത്. പോസ്റ്റ്മോർട്ടത്തിൽ അത് വ്യക്തമായിരുന്നു, ഇത് ഒരു ആത്മഹത്യയല്ല, അതൊരു കൊലപാതകമാണ് എന്നുള്ളത്. കാരണം മുറിവുകൾ അത്തരത്തിലുള്ളതായിരുന്നു. നീലുവിന്റെ ഫോൺ വന്ന ശേഷമാണ് ഈ ബാബു വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് കുടുംബവും മൊഴി നൽകി. അങ്ങനെ ബാബുവിന്റെയും കുടുംബത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നീലുവിനെ പോലീസ് ചോദ്യം ചെയ്യുന്നു. മാത്രമല്ല, ഒരു തെളിവ് കൂടി ശാസ്ത്രീയമായി സംഘടിപ്പിക്കാൻ പോലീസിനായി. മദ്യഷാപ്പിൽ നിന്ന് രണ്ടുപേരും ചേർന്നാണ് ഈ മദ്യക്കുപ്പി വാങ്ങുന്നത്. ആ ബോട്ടിൽ വാങ്ങാൻ പോയതിന്റെ CCTVയും പോലീസ് ലഭിച്ചു. അങ്ങനെ പോലീസ് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ ഏത് ദുർമന്ത്രവാദിയും മണി പോലെ ഉത്തരം പറയുമല്ലോ. ഒടുവിൽ കത്തി ഉൾപ്പെടെ കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ചതാണ്. അതുൾപ്പെടെ കണ്ടെത്തി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ദുർമന്ത്രവാദി നീലുവിനെ. ബെൻസ് നടരാജൻ കായംകുളത്തെ പേരുകേട്ട ഒരു മുതലാളിയാണ്. പക്ഷെ അയാളെ മകൻ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്, അതിന് ഞെട്ടൽ ഇനിയും മാറിയിട്ടില്ല. 47 വെട്ടാണ് അച്ഛൻ്റെ ദേഹത്ത്. അതും MDMA ഉപയോഗിച്ചുള്ള ശേഷം വലിയ ലഹരിയിൽ മതിമറന്നിരിക്കണേ. നവജിത്തിന്റെ ക്രൂരതയുടെ കൂടുതൽ വിവരങ്ങളാണ് ഇന്ന് പുറത്തേക്ക് വന്നത്. നവജിത്ത് എത്ര നിഷ്ഠൂരമായിട്ടാണ് സ്വന്തം അച്ഛനെയും അമ്മയെയും വെട്ടിയത് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പോലീസ് ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ. നടരാജൻ 60 വയസ്സ്, മൂത്ത മകനാണ് ഈ പറയുന്ന പ്രതി നവജിത്ത്. 47 തവണ സ്വന്തം അച്ഛന്റെ ദേഹത്ത് വെട്ടി. അടുത്ത കാലത്തായി നവജിത്ത് അതിഭീകരമായ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. മദ്യം മാത്രമല്ല, രാസലഹരി, MDMAയുടെ അടിമയാണ് താനെന്ന് പോലീസിനോട് അയാൾ സമ്മതിച്ചിട്ടുണ്ട്. മാത്രമല്ല, രാസലഹരി ഉപയോഗിച്ചതിന്റെ തെളിവ് അത് വൈദ്യപരിശോധനയിൽ പോലീസിന് ലഭിക്കുകയും ചെയ്തു. ഈ കൃത്യം നടത്തുന്ന സമയത്ത് ഇയാൾ അമിതമായ ലഹരി ഉപയോഗിച്ച് ഒരു തരത്തിലും സ്ഥലകാല ബോധമില്ലാത്ത സാഹചര്യത്തിലായിരുന്നു. അച്ഛനാണോ അമ്മയാണോ തൻ്റെ മുന്നിൽ വന്നത് എന്ന് അറിയാതെയാണ് താൻ ആക്രമിച്ചത് എന്നാണ് അയാൾ പറയുന്നത്. തിരിച്ചറിയാൻ ആയില്ല അത്രേ അച്ഛനെയും അമ്മയും. നടരാജന്റെ മുഖവും ശരീരവും ആകമാനം
വെട്ടി വികൃതമാക്കിയിരുന്നു ഇയാൾ. കണ്ണിലാണ് പ്രധാനമായും ആദ്യ വെട്ട് തന്നെ. ഒരു കണ്ണ് പിളർന്നു പോയിരുന്നു. മുഖം നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഒരു മനുഷ്യന്റെ മുഖമാണ് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. കൈപ്പത്തിയും വെട്ടിമാറ്റിയ നിലയിലായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അമ്മ സിന്ധു ഇപ്പോഴും വെന്റിലേറ്ററിലാണ്. വെന്റിലേറ്ററിലെ സിന്ധുവിന്റെ വിരലുകൾ പകുതിയും മുറിഞ്ഞ് തൂങ്ങിയ നിലയിലാണ്. എന്താണ് കാരണം? അച്ഛനോടുള്ള അടങ്ങാത്ത വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് നവജിത്തിന്റെ ഭാഷ്യം. എപ്പോഴും തന്നെ ഇകഴ്ത്തി കാട്ടുമായിരുന്നുവെന്ന നവജിത്ത് പറയുന്നു. വാശിക്കാരനാണ് മരിച്ച നടരാജൻ. അപ്പോൾ അച്ഛൻ പറയുന്നത് പോലെ നിൽക്കണം. നവജിത്തിന്റെ ജീവിത രീതികളെ പലപ്പോഴും ഇയാൾ വിമർശിച്ചിരുന്നു. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയ നവജിത്ത് 2 വർഷം കൊണ്ട് ആ പഠനം നിർത്തി തിരികെ എത്തി. ഇനി മറ്റൊന്ന്, ഇളയ സഹോദരങ്ങളുമായുള്ള താരതമ്യം ചെയ്യലാണ്. ആ പിതാവ് എപ്പോഴും മറ്റ് സഹോദരങ്ങളുമായി ഇയാളെ താരതമ്യം ചെയ്യും. മറ്റ് സഹോദരങ്ങൾ 2 പേരും ആയുർവേദ ഡോക്ടർമാരാണ്. ഒന്ന് നിതിൻ രാജ്, മറ്റൊന്ന് സഹോദരി നിധിമോള്. ബാർ കൗൺസിൽ പരീക്ഷ എഴുതാത്തതിനെ ചൊല്ലിയും ഈ വീട്ടിൽ കഴിഞ്ഞ ദിവസം, അതായത് ആ കൊലപാതകം നടക്കുന്ന ദിവസം, വലിയ സംഘർഷമുണ്ടായിരുന്നു. പരീക്ഷ എഴുതാനായി വീട്ടിൽ നിന്ന് പോയ നവജിത്ത് കൊച്ചിയിൽ ചെന്നു. അവിടെ ഒരു മുറിയെടുത്ത് ആ മുറിയിലിരുന്ന് രാസലഹരി ഉപയോഗിക്കുകയാണ് ഉണ്ടായത്. അല്ലാതെ പരീക്ഷയ്ക്ക് പോയില്ല. ഞായറാഴ്ച ലഹരി ഉപയോഗിച്ച ശേഷം നിധിമോൾ ഉള്ളത് കൊച്ചിയിലാണ്. നിധിമോളുടെ വീട്ടിലെത്തി അവിടെ ബഹളമുണ്ടാക്കി പ്രശ്നം സൃഷ്ടിച്ചു. സംഭവം പന്തിയല്ല എന്ന് തോന്നിയ നിധിമോൾ മറ്റു ചിലരുടെ സഹായം തേടി ഇയാളെ, നവജിത്തിനെ വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്ന കതക് ഇട്ട് പൂട്ടി മുറിയിലാക്കിയ ശേഷമാണ് നിധിമോൾ മടങ്ങുന്നത്. അങ്ങനെ ഏതാണ്ട് രാത്രി 9:00 ഭക്ഷണവുമായി എത്തിയതാണ് ഈ അച്ഛനും അമ്മയും. അങ്ങനെ അച്ഛനും അമ്മയും ഭക്ഷണവുമായി എത്തിയപ്പോൾ അവൻ വാക്കത്തിയെടുത്ത് ആഞ്ഞുവെട്ടി. പുറത്തേക്കുള്ള മുഴുവൻ വാതിലും അടച്ച ശേഷമായിരുന്നു ഈ ക്രൂരകൃത്യം എന്നുള്ളതാണ് ഞെട്ടിക്കുന്നത്. അമ്മയെ ഉപദ്രവിച്ചത് എന്തിനെന്ന് ചോദിച്ചപ്പോൾ അച്ഛനെ വെട്ടാൻ നോക്കിയപ്പോൾ അമ്മ തടഞ്ഞു. അതുകൊണ്ട് അമ്മയും വെട്ടി എന്നുള്ളതാണ് നവജിത്തിന്റെ പ്രതികരണം. സാമ്പത്തികമായി വലിയ ഭദ്രതയുള്ള കുടുംബമാണ്. പക്ഷേ ഈ നവജിത്ത് എപ്പോഴും ധൂർത്തിന്റെ ആളാണ്. ധൂർത്തിനായി ഈ അച്ഛനിൽ നിന്ന്, കർക്കശക്കാരനായിട്ടുള്ള അച്ഛനിൽ നിന്ന് എപ്പോഴും പണം ചോദിക്കുകയും ചെയ്യും. നടരാജന് ബെൻസ് നടരാജൻ എന്നാണ് വിളിക്കുന്നത്. നേരത്തെ ഇദ്ദേഹം വിദേശത്തായിരുന്നു. വിദേശത്ത് നിന്ന് അയാൾ മടങ്ങിയെത്തി കരാറുകാരനായി മാറി. 95-ൽ, അതായത് 1995-ൽ ഇയാൾ ഒരു ബെൻസ് കാർ സ്വന്തമാക്കി. ലെഫ്റ്റ് ഹാൻഡ് സ്റ്റിയറിംഗ് ഉള്ള, വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്ത ബെൻസ് കാർ. അങ്ങനെ ഇയാൾക്ക് ബെൻസ് നടരാജൻ എന്നുള്ള പേരും വന്നു. ഇതിനെല്ലാം സാക്ഷിയായി ആ കാറ് ആ വീടിന്റെ പോർച്ചിൽ ഇപ്പോഴുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരം. 1995 ഓർമ്മയിൽ KL4E 1995 95 എന്നുള്ള ഫാൻസി നമ്പർ തന്നെ കാറിന് എടുക്കുകയും ചെയ്തു. എന്താണെങ്കിലും വീടിനോട് ചേർന്നുള്ള കച്ചവട സ്ഥാപനം, നിരവധി വാടക മുറികൾ, അങ്ങനെ ഒരുപാടുണ്ട് നടരാജനും കുടുംബത്തിനും. അങ്ങനെ വൻ സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബമാണ്. അതാണ് നാട്ടുകാരെ ഞെട്ടിക്കുകയും ചെയ്തത്. പക്ഷേ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. പക്ഷേ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഇവിടെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആടെ വീട്ടിൽ വന്നാൽ ഇതല്ല, എന്തൊരു കാര്യം ഉണ്ടെങ്കിലും അത് ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ കണ്ടല്ലൂർ തെക്ക് കളറിക്കൽ ജംഗ്ഷനിൽ നടക്കുന്ന 2ാമത്തെ കൊലപാതകമാണ്. ആ നാട്ടുകാർക്ക് ഇനിയും ഞെട്ടൽ മാറിയിട്ടില്ല എന്നുള്ളതാണ്. 2017 ഫെബ്രുവരിയിൽ അവിടെ ഒട്ടേറെ ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള സുമേഷ് എന്ന യുവാവിനെ ഇവിടെ വെച്ച് കൊലപ്പെടുത്തിയിരുന്നു. എന്താണല്ലേ ലഹരി നാടിന് വരുത്തിവെക്കുന്ന വിന. അതാണ് ഈ നവജിത്തിന്റെ ക്രൂരകൃത്യം നമ്മളെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തുന്നത്. ട്വന്റി അവർ വീണ്ടും നാളെ 20-ാം മണിക്കൂർ. നമസ്കാരം.